സത്യം സത്യമായിട്ട് പറഞ്ഞോ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടില്ല? നോണ പറഞ്ഞ രണ്ടിന്റെയും മൂട്ടില് ഞാൻ ശൂലം കുത്തി കയറ്റും. ഉള്ളത് പോലെ പറഞ്ഞോ? നോക്കി വെച്ചിട്ടില്ല? ഉള്ളത് പോലെ പറഞ്ഞോ? ഉള്ളത് പോലെ പറഞ്ഞ മൂട്ടില് ശൂലം കുത്തി കയറ്റുള്ളൂ. നോണ പറഞ്ഞ ചെവിട്ടില് ശൂലം കുത്തി കയറ്റും. എന്തോന്ന് എന്തായാലും ചൂല കുത്തി കയറ്റും. അപ്പൊ ഒന്നും പറയണ്ട പോലെ എന്താ കുഞ്ഞു കുടുംബമാരെ, നിങ്ങളുടെ കുണ്ടിയിലും ചെവിട്ടിലൊക്കെ ചൂല കുത്തി കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുക? ഈ ലീലാമണി പറയണതൊക്കെ നിങ്ങൾ എങ്ങനെ കേൾക്കാ? എന്റെ കുഞ്ഞു കുടുംബമാരെ, അവരേക്കളൊക്കെ ബാക്കി ഈ രാഹുലിനുള്ളത് പറഞ്ഞുകൊണ്ട് ഈ രാഹുല് രക്ഷപ്പെട്ടു. അല്ലേ അതിന് മൂട്ടിലൊക്കെ ചൂല കുത്തി കയറ്റിയ സാറ്. 5 മാർക്കണോ നിന്റെ കൂടുതല്? 5 മാർക്കിന്റെ കൂടുതലല്ലേ ഈ മിന്നൂസിന്റെ ഒരു കാര്യം? രണ്ടുപേരും ഒരേ പൊട്ടത്തരങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമപ്പെടുത്താതെ വേഗം പറഞ്ഞോ, അല്ലെങ്കിൽ ഇതെന്തോന്നു? നിങ്ങൾ രണ്ടുപേരും നോക്കി എഴുതിയിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും പേപ്പറിൽ ഒരേ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വന്നത്? എങ്ങനെയാണ്? നിന്റെ ഉടുക്കത്തൊരു ഹിപ്പപ്പ് അച്ചോ, ഹിപ്പപ്പ് കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുന്ന തോന്നണ. അതിന് മുമ്പ് ഇങ്ങനെ ചൂല കുത്തി ഇറക്കും. അച്ചോ, നീയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആൻസറിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. അത് വേണം, നല്ല രീതിയിൽ വേണം. വേണ്ട പിള്ളേരെ, വേണ്ടേ? യുവമാരെ എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? എന്റെ കുഞ്ഞു കുറുമ്പമായെ, നിങ്ങൾ വീണ്ടും നാണങ്കട പോയല്ലയോ? ഭൂമി കറങ്ങുന്നത് എങ്ങനെ? നീയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആൻസർ ഒന്ന് പറഞ്ഞേ. ഓർമ്മയില്ലെന്നാ? എന്തോർമ്മയില്ലെന്ന്? നീയൊക്കെ എഴുതി വെച്ചത് നിനക്ക് എങ്ങനെ മറന്നു പോണേ? എങ്ങനെ ഓർമ്മയില്ലെന്ന്? സാറേ, ആ സമയത്ത് പഠിച്ചെഴുതിയതല്ലേ. അപ്പൊ പരീക്ഷ കണ്ട് കുറച്ച് നാളായില്ലേ, അതുകൊണ്ട് മറന്നു പോയായിരിക്കും. ആ സാറേ, മറന്നുപോയാ? അപ്പൊ പഠിച്ചെഴുതല്ലേ സാറേ, മറന്നുപോയാ? മറന്നുപോയത് ഞാൻ ഓർമ്മിപ്പിക്കാം. എല്ലാവരും കേട്ടോ, ഈ മണ്ടന്മാരെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഭൂമി കറങ്ങുന്നത് എങ്ങനെ. അതിന്റെ ആൻസർ ഇവന്മാര് എഴുതി വെച്ചിരിക്കുന്നത് ഭൂമി കറങ്ങുന്നത് നമ്മുടെ സദാനന്ദം മാഷ് സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ഭൂമി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗങ്ങളും കറക്കി കാണിച്ചു തരും. അതാണ് ഇവന്മാര് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് അതായത് മാഷാണോ ഭൂമി ഇറക്കണ സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ഇനി എങ്ങനെയും ഒന്നിലും ചിരിക്കാം. അപ്പൊ സദാനന്ദ മാഷാണ് ചിരിച്ചും ഭൂമി ഇറക്കണത്. അച്ചോ, ഇതൊന്നും ഞാനറിയില്ലല്ലോ. സദാനന്ദ മാഷപ്പോ അച്ചോ. എടാ മരപ്പൊട്ടന്മാരെ, ഈ സദാനന്ദ മാഷാണോ ഈ സ്കൂളിൽ ഇരുന്നിട്ട് ഈ ഭൂമി മൊത്തം ഇരുന്ന് കറക്കണത്? നീയൊക്കെ എന്ത് പൊട്ടത്തറടെ എഴുതി വെച്ചിരിക്കുന്നത്? സദാനന്ദ മാഷിന് ഈ ഭൂമി മൊത്തം കറക്കാനുള്ള ശക്തി ഉണ്ടാടാ? ഉണ്ടാ? ഈ ഭൂമി മൊത്തം സദാനന്ദ മാഷിന് കറക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ എന്തിനാടാ ഈ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പറ്റാ സദാനന്ദ മാഷ്? വേറെ വല്ല പണിക്കും പോലെടാ ഇത്രയും ശക്തിയുള്ള സദാനന്ദ മാഷ. ഇതൊക്കെ എങ്ങനെ ഉദ്ദേശിച്ചാലും ഭൂമി മൊത്തം സദാനന്ദ മാഷ് സ്റ്റാഫ് റൂമിൽ ഇരുന്ന് കറക്കേ. ഇങ്ങനൊരു മരപ്പൊട്ടന്മാരാണല്ലോ ഈ സ്കൂളിൽ മൊത്തം. നിന്റെ മൂട്ടിലുള്ള കയറ്റണ്ട, നിന്റെ വേറെ സ്ഥലത്താണ് ചൂരം കയറ്റണ്ട് പൊട്ടന്മാരെ. അങ്ങനെയല്ല ഭൂമി കറങ്ങണത്. എന്തുദ്ദേശിച്ചു നീയൊക്കെ പറയണത്? ഭൂമി കറങ്ങണത് എങ്ങനെയാണുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതി വെച്ച് സദാനന്ദ മാഷ് സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ഭൂമി കറക്കാന്നുള്ള എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ? നിന്നൊക്കെ പറഞ്ഞിട്ട് സുബ്രമോനെ, നീ എന്തിനാണ് ഇതൊക്കെ എഴുതി വെച്ചാ? ശരിക്കും ഭൂമി കറങ്ങണത് അതായത് മജാണോടാ. ഈ പൊട്ടച്ചാക്കട നിന്റെ പേപ്പറിൽ നോക്കി എഴുതാ എന്നെ പറഞ്ഞാൽ മതി. അച്ചോ സുബ്രമോനെ, ഒരു മറ്റേ എടുത്താ നിന്നോട് ആരെ പറഞ്ഞ എന്റെ പേപ്പറിൽ എഴുതാനായിട്ട് പറഞ്ഞ? അല്ല പിന്നെ എന്താണ് അവിടെ എഴുതുന്ന ശുചിപ്പ്? ഭൂമി കറക്കണ സദാനന്ദ മാഷാണോടാ? ആണോടാ? അത് പിന്നെ സാറേ, സദാനന്ദ മാഷ് ഭൂമി കറക്കണോ? ഒരു ഉരുണ്ട ഭൂമി ഇട്ടിട്ട് 2 ചക്രായിട്ട് ഭൂമി ഇവിടെ വന്നിട്ട് സദാനന്ദ മാഷ് ഭൂമി കറക്കി കാണിക്കാനല്ലോ. ഇവിടെ ഇവിടെ അമേരിക്കനൊക്കെ വന്നിട്ട് അപ്പൊ സദാനന്ദ മാഷല്ലേ ഭൂമി കറക്കിയത്. എന്തോന്നടാ? ആ സാറേ, സദാനന്ദ മാഷ
ഭൂമി കറക്കാൻ തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു സദാനന്ദ മാഷാണ് ഈ ഭൂമി മൊത്തം കറക്കണേന്ന്. എടാ പൊട്ടന്മാരെ, അത് ഗ്ലോബല്ലേ, ഗ്ലോബ് കറക്കി നിങ്ങളെ കാണിച്ചു തന്നതിനാണോ നീയൊക്കെ പറഞ്ഞ് സദാനന്ദ മാഷാണ് ഭൂമി കറക്കണമെന്ന്? നിന്നെ കൊണ്ടൊക്കെ അത് സാറ് ഭൂമി കറക്കി കാണിച്ചത് സദാനന്ദ മാഷായോണ്ടാ അങ്ങനെ പയ്യാൻ കാരണം. എടാ മണ്ടന്മാരെ, നിന്നെയൊക്കെ ഭൂമി കറക്കി കാണിച്ചു തന്നതല്ലേ സാറ്? അതായത് അതന്നെയല്ലേ ഞാനും പറഞ്ഞേ, ഭൂമി സാറ് സദാനന്ദ മാഷ കറക്കിയെന്ന്. എന്താ സാറേ നിന്നൊക്കെ പറഞ്ഞ എന്നെ പറഞ്ഞാ മതി, എന്റെ പൊന്നു മക്കളെ. എടാ അത് ഭൂമിയല്ലല്ലോ, ഭൂമിയുടെ രൂപമല്ലേ. ആ രൂപത്തിന് ഗ്ലോബ് എന്ന് പറഞ്ഞ ആ ഗ്ലോബ് കറക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നെ എങ്ങനെയാന്ന്. അതന്നെ ഞങ്ങളും പറഞ്ഞേ, ഭൂമിനെ സദാനന്ദ മാഷ കറക്കിന്ന്. എന്തിട്ടാലും കറക്കില്ലേ? അത് ശരിയാണല്ലോ. സദാനന്ദ മാഷാണല്ലോ ഭൂമി ഇറക്കിയത്. സദാനന്ദ മാഷ അച്ചോ, സദാനന്ദ മാഷ തെറ്റുള്ളവനാണ്. സദാനന്ദ മാഷ ഇവിടെ നിന്ന് കറക്കുമ്പോ ഭൂമി കിടന്ന് കറങ്ങാലേ. ഒച്ചോ